ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 11 മണിവരെ 23% പേർ വോട്ട് രേഖപ്പെടുത്തി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന 2 ഘട്ടങ്ങളുടെ പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. മുതിർന്ന നേതാക്കൾ രംഗത്ത് സജീവം. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു. അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ചുവപ്പു ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിന് ഇന്ന് പാരീസിൽ തുടക്കം. IPL ക്രിക്കറ്റിൽ പ്ലേ ഓഫ് മത്സരങ്ങൾ നാളെ ആരംഭിക്കും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ഒടുവിൽ ലഭിച്ച കണക്കുകൾ പ്രകാരം 23.66% വോട്ടാണ് രേഖപ്പെടുത്തിയത്. 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 49 മണ്ഡലങ്ങളിലാണ് ഇന്ന് പോളിംഗ് നടക്കുന്നത്. 11 മണിവരെയുള്ള കണക്ക് പ്രകാരം പശ്ചിമബംഗാളിൽ 32.7%, ഉത്തർപ്രദേശ് 27.76%, ഝാർഖണ്ഡ് 26.18%, ലഡാക്ക് 27.87%, ബീഹാർ 21.11%, ജമ്മുകശ്മീർ 21.37%, ഒഡീഷ 21.07%, മഹാരാഷ്ട്ര 15.93% എന്നിങ്ങനെയാണ് വോട്ടിംഗ് ശതമാനം. BJPയുടെ മുതിർന്ന നേതാക്കളായ രാജ്നാഥ് സിംഗ്, സ്മൃതി ഇറാനി, പീയൂഷ് ഗോയൽ, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, NCയുടെ ഒമർ അബ്ദുള്ള, LJPയുടെ ചിരാഗ് പാസ്വാൻ എന്നിവരാണ് ഈ ഘട്ടത്തിലെ പ്രമുഖ സ്ഥാനാർത്ഥികൾ. ഒഡീഷയിലെ 35 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഇന്ന് 2ാം ഘട്ടമായി വോട്ടെടുപ്പ് നടക്കുന്നു. 11 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം 21.07% പേർ വോട്ട് രേഖപ്പെടുത്തി. ഒഡീഷ മുഖ്യമന്ത്രിയും BJD അധ്യക്ഷനുമായ നവീൻ പട്നായിക് ഉൾപ്പെടെ 265 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ബൂത്തുകളുടെ സുരക്ഷയ്ക്കായി 102 കമ്പനി കേന്ദ്ര സായുധ പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട്. രാജ്യത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന 2 ഘട്ടങ്ങളുടെ പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. ഈ മാസം 25-ന് 6ാം ഘട്ട വോട്ടെടുപ്പും ജൂൺ 1-ന് 7ാമത്തെയും അവസാനത്തെയും ഘട്ട വോട്ടെടുപ്പും നടക്കും. വിശദാംശങ്ങളിലേക്ക്. പ്രധാനമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് രാവിലെ ഒഡീഷയിലെ പുരിയിൽ റോഡ് ഷോയിൽ പങ്കെടുത്തു. ധേങ്കാനാലിലും കട്ടക്കിലും അദ്ദേഹം പൊതുസമ്മേളനങ്ങളെ അഭിസംബോധന ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം പശ്ചിമബംഗാളിലും ശ്രീ മോദി പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ദേശീയ തലസ്ഥാനമായ ഡൽഹിയിലും പ്രചാരണം ഉച്ചസ്ഥായിയിലെത്തി. BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷാ ഇന്ന് സൌത്ത് ഡൽഹി ലോക്സഭാ മണ്ഡലത്തിൽ പ്രചാരണം നടത്തും. ഹരിയാനയിലും ശ്രീ അമിത്ഷാ ഇന്ന് പ്രചാരണത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ കനയ്യകുമാർ ഇന്ന് വടക്ക് കിഴക്കൻ ഡൽഹിയിലെ ജോഹ്രിപൂർ, ഗോകുൽപുരി, സുഭാഷ് മൊഹല്ല എന്നിവിടങ്ങളിൽ വോട്ടു തേടും. ആം ആദ്മി പാർട്ടിയുടെ മഹാബൽ മിശ്ര ഇന്ന് ശങ്കർ ഗാർഡനിലും ഭാരത് വിഹാർ കോളനിയിലും പ്രചാരണം നടത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഉത്തർപ്രദേശിലെ എട്ട ജില്ലയിൽ കള്ളവോട്ട് ചെയ്ത വ്യക്തിയെ നയാഗാവ് പോലീസ് അറസ്റ്റ് ചെയ്തു. 1-ലധികം തവണ ബൂത്തിലെത്തി വോട്ട് ചെയ്യുന്ന വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. കള്ളവോട്ട് നടന്ന ബൂത്തിൽ പോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാനും പോളിംഗ് സ്റ്റേഷനിൽ വീണ്ടും വോട്ടെടുപ്പ് നടത്താനും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് UPയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ശുപാർശ ചെയ്തു. വോട്ടെടുപ്പ് നടക്കുന്ന എല്ലാ ജില്ലകളിലും വോട്ടർമാരുടെ തിരിച്ചറിയൽ നടപടികൾ കർശനമായി പാലിക്കണമെന്നും നിർദ്ദേശം നൽകി. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു. ഇബ്രാഹിം റൈസിക്കൊപ്പം സഞ്ചരിച്ചിരുന്ന വിദേശകാര്യമന്ത്രി ഹൊസൈൻ അമീർ അബ്ദുല്ലാഹിയാനും കൊല്ലപ്പെട്ടതായി ഇറാൻ സ്ഥിരീകരിച്ചു. ഇന്നലെ വൈകിട്ട് അസർബൈജാനിൽ നിന്നും ഇറാനിലേക്ക് മടങ്ങും വഴി മോശം കാലാവസ്ഥയെ തുടർന്ന് ഹെലികോപ്റ്റർ അടിയന്തരമായി നിലത്തിറക്കുന്നതിനിടെ അപകടമുണ്ടായതായാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ വിയോഗത്തിൽ അഗാധ ദുഃഖവും നടുക്കവും രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ-ഇറാൻ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഇബ്രാഹിം റൈസി നൽകിയ സംഭാവനകൾ എന്നും സ്മരിക്കപ്പെടുമെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വിഷമഘട്ടത്തിൽ ഇന്ത്യ ഇറാനൊപ്പം നിലകൊള്ളുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഇറാൻ പ്രസിഡന്റിന്റെയും വിദേശകാര്യമന്ത്രിയുടെയും വിയോഗത്തിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കറും അനുശോചനം രേഖപ്പെടുത്തി. ജമ്മു കശ്മീരിൽ ഇന്നലെ ഉയർന്ന താപനില 41 ഡിഗ്രി സെൽഷ്യസ് കടന്നു. ജമ്മുവിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ സ്കൂളുകളുടെ പ്രവർത്തന സമയം രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 12 മണിവരെ പുനഃക്രമീകരിച്ചിട്ടുണ്ട്. അതേസമയം ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും വേനൽ കനത്തു. ഡൽഹിയിലെ നജഫ്ഗഡിൽ ഞായറാഴ്ച ഉയർന്ന താപനില 47.8 ഡിഗ്രി സെൽഷ്യസിലെത്തി.
പഞ്ചാബ്, ഹരിയാന, ഡൽഹി, UP, ബീഹാർ, കിഴക്കൻ രാജസ്ഥാൻ, ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അതീവ ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലും നോയിഡയിലും ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് 8ാം ക്ലാസ് വരെ അവധി പ്രഖ്യാപിച്ചു. ഗാസിയാബാദിൽ ഈ മാസം 25 വരെയും നോയിഡയിൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെയും സ്കൂളുകൾക്ക് അവധിയായിരിക്കും. CBSE, ICSE ഉൾപ്പെടെയുള്ള സ്കൂളുകൾ ഉത്തരവ് കൃത്യമായി പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndia Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. സംസ്ഥാനത്ത് ഈ മാസം 23 വരെ ശക്തമായ മഴ തുടരുമെന്നാണ് പ്രവചനം. കേരള തീരത്ത് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കടലിൽ പോകരുത്. അതേസമയം കാലവർഷം മാലദ്വീപ്, തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ എത്തിയതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മെയ് 31 കേരളത്തിൽ കാലവർഷം എത്തുമെന്നാണ് പ്രവചനം. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ 2 ദിവസത്തിനുള്ളിൽ ന്യൂനമർദ്ദം രൂപപ്പെടാനിടയുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെയും ഇടുക്കി ഡാമിലെയും ജലനിരപ്പിൽ വർധനയുണ്ട്. കേരളത്തിൽ പ്രളയ സാധ്യത പ്രവചനമില്ലെന്നും ആശങ്ക വേണ്ടെന്നും മന്ത്രി കെ രാജൻ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഴയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ എല്ലാ കളക്ടറേറ്റുകളിലും താലൂക്ക് ഓഫീസുകളിലും എമർജൻസി ഓപ്പറേഷൻ സെന്റർ തുടങ്ങിയെന്നും മന്ത്രി കെ രാജൻ അറിയിച്ചു. ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഡെങ്കിപ്പനിക്കും എലിപ്പനിക്കും സാധ്യതയുണ്ടെന്നും പ്രതിരോധ നടപടികൾ കൈക്കൊള്ളാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ചെളിയിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഇറങ്ങുന്നവർ എലിപ്പനി പ്രതിരോധത്തിനായി ഡോക്സിസൈക്ലിൻ നിർബന്ധമായും കഴിക്കണമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും കഴിഞ്ഞ 2 ദിവസമായി ശക്തമായ കാറ്റും ഇടിമിന്നലോട് കൂടിയ മഴയും തുടരുകയാണ്. ദ്വീപിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കടൽ പ്രക്ഷുബ്ധമായതോടെ ദ്വീപുകൾക്കിടയിൽ സർവീസുകൾ നടത്തിയിരുന്ന ഹൈസ്പീഡ് യാത്രാ ബോട്ടുകൾ നിർത്തലാക്കി. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത്. 2024 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിന് ഇന്ന് പാരീസിൽ തുടക്കമാകും. പുരുഷ സിംഗിൾസിൽ മത്സരിക്കാൻ ഇന്ത്യയുടെ സുമിത് നഗൽ ഇടം നേടി. 2019 പ്രജനേഷ് ഗുണേശ്വറിന് ശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പുരുഷ താരം ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിൽ മത്സരിക്കാൻ യോഗ്യത നേടുന്നത്. കിങ് ഓഫ് ക്ലേ എന്നറിയപ്പെടുന്ന റഫേൽ നദാലും സെർബിയയുടെ ലോക 1-ാം നമ്പർ താരം നൊവാക് ജോക്കോവിച്ചും മാറ്റുരയ്ക്കുന്ന പുരുഷ സിംഗിൾസായിരിക്കും പ്രധാന ആകർഷണം. IPL ക്രിക്കറ്റിൽ പ്ലേ ഓഫ് മത്സരങ്ങൾ നാളെ ആരംഭിക്കും. 1-ാം ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഏറ്റുമുട്ടും. നാളെ രാത്രി 7:30 അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം. കേരള സർക്കാരിന്റെ 3-ാം വാർഷികം ഇന്ന്. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഓരോന്നായി നിറവേറ്റിയും പുതിയ പദ്ധതികൾ ഏറ്റെടുത്തും കേരള വികസന മാതൃക പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമൂഹ മാധ്യമ പോസ്റ്റിൽ കുറിച്ചു. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ന് ലോക തേനീച്ച ദിനം. തേനീച്ച വളർത്തലിന്റെ തുടക്കക്കാരനായ ആൻഡ്രോൺ ജാൻഷയുടെ ജന്മദിനമായ മെയ് 20 എല്ലാ വർഷവും ലോക തേനീച്ച ദിനമായി ആചരിക്കുന്നത്. സുസ്ഥിര പരിസ്ഥിതി വ്യവസ്ഥയ്ക്ക് തേനീച്ചകളുടെ പങ്ക് അംഗീകരിക്കുക എന്നതാണ് ഈ അന്താരാഷ്ട്ര ദിനത്തിന്റെ ലക്ഷ്യം. ഛത്തീസ്ഗഡ് ഒഡീഷ അതിർത്തിയിലുണ്ടായ വെടിവയ്പിൽ പ്രത്യേക ദൌത്യ സംഘത്തിലെ ഒരു ജവാന് പരിക്കേറ്റു. കമർഭൌഡി ഗ്രാമത്തിന് സമീപം സുരക്ഷാസേന തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് വെടിവയ്പുണ്ടായത്. പരിക്കേറ്റ ജവാനെ വിദഗ്ധ ചികിത്സയ്ക്കായി റായ്പൂരിലേക്ക് മാറ്റി. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5-ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 11 മണിവരെ 23% പേർ വോട്ട് രേഖപ്പെടുത്തി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന 2 ഘട്ടങ്ങളുടെ പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. മുതിർന്ന നേതാക്കൾ രംഗത്ത് സജീവം. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു. അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിന് ഇന്ന് പാരീസിൽ തുടക്കം. IPL ക്രിക്കറ്റിൽ പ്ലേ ഓഫ് മത്സരങ്ങൾ നാളെ ആരംഭിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.